ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ്, രാത്രികാല ചിന്തകളെ കുറിച്ചിട്ടാണ്. സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്സിന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. Four of Cups, Six of Wands, Four of Pentacles, Six of Pentacles, Eight of Swords, Queen of Pentacle, Four of Swords, Sun, Page of Wands, Nine of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. മേ ബി നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഇമോഷണലി ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഈവൻ ആ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹം, അഫെക്ഷൻ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വെക്കുന്നില്ല, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്കൊരു സക്സസ് അല്ലെങ്കിൽ വിക്ടറി കാണണമെന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഇത് വർക്കൗട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ആ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആ ഒരു വ്യക്തി ചില കാര്യങ്ങൾ ഇപ്പോഴും ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയായിരിക്കും. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഫസ്റ്റ് ചിലപ്പോൾ കൺവിൻസ് ആകാത്തൊരു പേഴ്സൺ ആയിരിക്കാം. ലൈക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയാലും നിങ്ങളുടെ അടുത്തേക്ക് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യാനും അപ്പോളജൈസ് ചെയ്യാനും ഒക്കെ ഒരു മടിയുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് തോന്നുന്നത്. മേ ബി അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനും സോൾവ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈവൻ ഫീലിങ്സ് ഉണ്ടെങ്കിലും അവർ വരത്തില്ല എന്നുള്ളതാണ്. നല്ല രീതിയിൽ വാശിയായിട്ട് ഇരിക്കും എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ബാലൻസ് വേണമെന്നുള്ളതാണ്. അത് ഒരാൾ മാത്രം കൊടുക്കുക, മറ്റൊരു ആൾ തരാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പിനൊരു അർത്ഥം ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു ബാലൻസ് കൊടുക്കാനും അതുപോലെ റിസീവ് ചെയ്യാനും അതൊരു ഈക്വൽ ബാലൻസിൽ പോയി കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സാണ് തോന്നുന്നത്? നിങ്ങളാണോ കൂടുതൽ കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഇത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ലേ, എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് സോർഡ്സ് കാണുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഇപ്പം മാനസികമായി കുറച്ച് വിഷമത്തിലും കാര്യത്തിലാണ്. മെൻ്റലി ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആണ്. നല്ല രീതിയിൽ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഭയമുണ്ട്, സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിഞ്ഞൂടാ, അതിൽ നിന്നും എങ്ങനെ മൂവ് ഓൺ ചെയ്യണം എന്നറിഞ്ഞൂടാ. അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങളടുത്ത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണം എന്നില്ല, ഓപ്പൺ അപ്പ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല. ആ ഒരു വ്യക്തി ഫീലിങ്സും അതുപോലെ തന്നെ എല്ലാ ഇമോഷൻസും ഹോൾഡ് ഓൺ ചെയ്യുന്ന കൈൻഡ് ഓഫ് പേഴ്സൺ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെ ആ ഒരു വ്യക്തി ഒരു സ്റ്റേബിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൂല്യമുള്ളൊരു ആയിരുന്നു കണ്ടിരുന്നത്. ലൈക്ക് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും ഡൗൺ സിറ്റുവേഷനിലും നിങ്ങൾ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മെച്യൂർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, തീരുമാനങ്ങൾ എടുക്കാനും അതിനൊക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, ആ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു വ്യക്തി. നെക്സ്റ്റ് നമുക്ക് 4 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ കണ്ട പോലെ എന്തോ ഒരു കാര്യത്തിൽ ആ ഒരു വ്യക്തി മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ 4 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്നും മാറി ഹീലാകണം
കുറച്ചുകൂടെ ഇമോഷണലി കുറച്ചുകൂടെ സ്ട്രോങ് ആകണം, സ്റ്റേബിൾ ആകണം എന്നുള്ളതാണ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായാലും ഇമോഷണലി ആ ഒരു വ്യക്തി സ്റ്റേബിൾ ആകണമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം, അതായത് എന്തോ ഒരു കാര്യമാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നും ആ ഒരു വ്യക്തി എന്താ പറയുക, ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അതിൽ നിന്നൊക്കെ ഹീലായി വന്നു കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി എന്ത് റീസണാണെന്ന് അറിയത്തില്ല, ലൈക്ക് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഓക്കെ, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ ആണ് നിങ്ങളെ രണ്ടുപേർക്കും ഇടയിലൊരു സെപ്പറേഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടെങ്കിലും നിങ്ങളവിടെ അപ്രോച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ആയാലും ഒരു നോ കോണ്ടാക്റ്റിലേക്ക് എത്തിച്ചത് മറ്റൊരു റീസണാണ്. ഓക്കെ, മേ ബി ആ ഒരു റീസൺ തന്നെ ആയിരിക്കും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാണ്ട് നിൽക്കുന്നതിന് കാരണം. സോ അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുകയും അതിന് ശേഷം നമുക്ക് പേജ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്, അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കുകയും ആ ഒരു പാഷനുമായിട്ട് ആ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. ആ ഒരു സ്പാർക്കോട് കൂടി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഇതൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എല്ലാം ആ ഒരു പാർട്ട്ണർ നല്ല രീതിയിൽ ഹാപ്പി ആകുമെന്നുള്ളതാണ്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു പേഴ്സൺ എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ ഒരു നിങ്ങളെക്കുറിച്ച് ഒരു ഫീലിങ്സ് ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സോ ഒരു അപ്പോളജി പറയാനും അതുപോലെ തന്നെ ഇൻ ഫ്യൂച്ചറിൽ ഒരു റീകണക്ഷന് വേണ്ടിയിട്ട് അവർ ചിന്തിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസിഷൻസ് എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഓവറോൾ റീഡിങ്സിലുള്ള ആൻസർ യെസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ അഡ്വൈസസും കൂടെ നോക്കാം. ഓക്കെ, Ace of Swords, Star card, Queen of Cups, Ace of Cups and Queen of Swords. ഓക്കെ, സോ ഓവറോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടാൻ പോകുന്നു. എന്താണ് സത്യമെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഹോണസ്റ്റായിട്ട് നിൽക്കുക, നിങ്ങളായിട്ട് തന്നെ നിൽക്കുക. നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജും ഇതെല്ലാം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഡയറക്റ്റ് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വഴി സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർ കാർഡ് വന്നതുകൊണ്ട് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോപ്പിൻ്റെ കാർഡാണല്ലേ. അപ്പോൾ ആ ഒരു ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ ഡിവൈൻ സപ്പോർട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്തോളൂ, നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം നിങ്ങൾ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കുക. ഗുഡ് തിങ്സ് എന്തായാലും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നടക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തും അല്ലെങ്കിൽ എത്തണം എന്നുള്ളതാണ്. അതിന് നിങ്ങളിപ്പോഴേ നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ റൈറ്റ് ഡിസിഷൻസ്, ആ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം എന്താണോ ശരിയായ തീരുമാനം അതെടുത്ത് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു റിന്യൂവൽ, ഇമോഷണലി ഉള്ള ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു തുടക്കം, ബിഗിനിങ്, ഈ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഒരു ബിഗിനിങ്സ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ മെൻ്റലി ഓക്കെ ആയിരിക്കണം. അപ്പോൾ ഓക്കെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആകുക എന്നുള്ളതാണ്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. ഫൈനലി ക്വീൻ ഓഫ് സോർട്സ്. ഓക്കെ, ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്ലിയർ ബൗണ്ടറീസൊക്കെ സെറ്റ് ചെയ്യുക. നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസായാലും എല്ലാത്തിനും നിങ്ങളൊരു ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ കോൺഫിഡൻറ്റോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ക്ലാരിറ്റി വരുത്തുക, കമ്മ്യൂണിക്കേഷൻ വയ്ക്കുക, ഹോപ്പ്ഫുള്ളായിട്ട് തന്നെ ഇരിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് ക്ലിയറാക്കി കാമായിരിക്കുക. എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക, ക്ലാരിറ്റി വന്നതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. എടുത്ത് ചാടി ഡിസിഷൻസ് എടുക്കാണ്ട് ഇരിക്കുക. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. ഈ റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളെല്ലാവരും ഹോപ്പ്ഫുള്ളായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ യൂണിവേഴ്സ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.